ബിഗ് ബോസിന് നല്ല വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. സ്ക്രിപ്റ്റ് ഒന്നുമല്ല, അവരൊന്നും സ്ക്രിപ്റ്റ് തയ്യാറാക്കില്ല, അല്ലെങ്കിൽ ബിഗ് ബോസ് അവരുടെ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ ബിഗ് ബോസിന് ആരെ വിജയിയാക്കണം, ആരെ ഓരോ ആഴ്ചയും ഓരോ എപ്പിസോഡിലും വില്ലനാക്കണം അല്ലെങ്കിൽ വില്ലത്തിയാക്കണമെന്ന് നന്നായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ചില ദിവസങ്ങളിൽ ആലോചിക്കും, നമ്മളെയൊക്കെ തീരെ മണ്ടന്മാരാക്കുന്ന പരിപാടി അല്ലൊക്കെയുള്ളവന്റെ ആ വീട്ടിനകത്ത് എന്ത് അല്ലെങ്കിൽ സംഭവിക്കുന്നു എന്നുള്ള നമ്മുടെ ഒരു ഉത്കണ്ഠ കൊണ്ട് നമ്മൾ വീണ്ടും കാണാതിരിക്കുന്നു എന്നേ ഉള്ളൂ. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ആഴ്ചത്തെ ബിഗ് ബോസ്? ആഴ്ച പിന്നെ ഈ ടിക്കറ്റ് ടു ഫിനാലെ അതിന് മുന്നോടിയായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ടാസ്കുകളായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ ഈ ആവശ്യമില്ലാത്ത ഗോസിപ്പുകളും സംഭവങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ച് കുറവായിരുന്നു എന്ന് പറയാം. ഈ ടാസ്കിനിടയിലുള്ള അടിപിടി ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ഏറ്റവും അധികം അഭിനയിച്ച് മെഴുകി നാശക്കോട്ടാക്കിയത് ഈ അനുമോളാണ്. കാരണം പോയിന്റ് അവന് അനുമോൾ ആദ്യം മുതലേ ഉള്ളത് പറയാമല്ല, ഈ ടാസ്കുകളിലൊക്കെ വളരെ മോശമാണ്. അനുമോള് കിട്ടിയില്ലെങ്കിൽ കരഞ്ഞു മെഴുകി. ഇത്തവണയും ടാസ്കുകളിൽ ഈ പാവ ടാസ്ക് ആയാലും ഒക്കെ കരഞ്ഞു മെഴുകി. ബാക്കിയുള്ളവരൊക്കെ ഈ കരച്ചിൽ കണ്ട് സങ്കടം ഇത്രയും ദിവസമായിട്ട് അവർക്ക് അനുമോള് മനസ്സിലാക്കാൻ പറ്റിയതെന്നൊരു സംശയമുണ്ട്. അവരൊക്കെയാണ് പാവകളൊക്കെ ദാനം ചെയ്ത് കൈയും കാലും ഒക്കെ എക്സ്ട്രാ കൊടുത്തൊക്കെ ആണ് അനുമോളെ രക്ഷപ്പെടുത്തിയത്. പിന്നെ ഈ ടാസ്കിലൊക്കെ ചെന്ന് ഏറ്റവും ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക, അനുമോൾക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാം, പക്ഷെ അനുമോളുടെ ദേഹത്ത് തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല. പിന്നെ അവിടെ കിടന്ന് ഈ നമ്മളെ പട്ടി മോങ്ങുന്ന പോലെയൊക്കെ കരച്ചിലാണ്. മോങ്ങി കരഞ്ഞു മെഴുകി ബാക്കിയുള്ളവരെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് അനുമോള് രക്ഷപ്പെട്ടു പോയത്. പിന്നെ ഷാനവാസ് ഇന്നലത്തെ ആ ടാസ്കിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. പുള്ളി വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും അതിൽ ബാക്കിയുള്ള ആരായിരുന്നെങ്കിലും അത് മിക്കവാറും ആ ടാസ്ക് എവിടെയെങ്കിലും വെച്ച് കൈവിട്ട് പോയായിരുന്നു. പുള്ളി നന്നായിട്ട് ചെയ്തു. ഇന്നലത്തെ ടാസ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫിസിക്കൽ ടാസ്കിലൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ലേഡീസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇവർ ഈ പറഞ്ഞ പോലെ, കാരണം നമ്മുടെ കുലസ്ത്രീകൾ 2 ഉണ്ട്, നമ്മുടെ ലക്ഷ്മിയും നമ്മുടെ അനി. എങ്ങാനും ഈ ടാസ്ക് കൊടുക്കുമ്പോൾ ഇവരെല്ലാവരും ആണും പെണ്ണും കൂടെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള ടാസ്കുകളാണ് കൊടുത്തേക്കുന്നത്. അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മത്സരത്തിൽ പങ്കെടുക്കാമെന്ന്. അപ്പോൾ ചിലപ്പോൾ ആണുങ്ങളെ ദേഹമൊക്കെ സ്പർശിക്കും. ഇത് തൊട്ടാൽ പിന്നെ തൊട്ട് കളഞ്ഞ് പീഡിപ്പിച്ച് കളഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മെഴുകയാണ്. 2 കുലസ്ത്രീകൾ കാരണം ഈ ടാസ്കുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ സാബുമാൻ അക്കാര്യത്തിലൊക്കെ കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന പാട്ട്. പുള്ളിയും ഷാനവാസൊക്കെ ഒന്ന് മാറിയിരുന്നു, ഇവരെയൊന്നും തൊടാൻ പിടിക്കാനും പോകണ്ടാന്ന്. അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും പോയിന്റ് കുറഞ്ഞു. പിന്നെ അനുമോളെ തൊട്ട് കളഞ്ഞ് പിടിച്ച് കളഞ്ഞെന്ന് കരച്ചു. എന്നിട്ട് പിന്നെ മറ്റേ നെവിന്റെ ദേഹമൊക്കെ പൊളിച്ച് പിന്നെ കരിഞ്ഞ് മെഴുകിയൊക്കെ ബാക്കിയുള്ളവരെയൊക്കെ കയ്യിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറെ പോയിന്റൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അക്ബറിന്റെ പാവകൾ അടിച്ചു മാറ്റിയില്ലേ, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെനിക്ക് സാധാരണ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബിഗ് ബോസ് എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കുന്നതാണ്. മുമ്പുള്ള ഇതിലൊക്കെ അതൊന്നും പാടില്ല. ഇതിൽ അങ്ങനെ ഒരു ശാസനയൊന്നും ഒന്നും കണ്ടില്ല. മൊത്തത്തിൽ അടിച്ചു മാറ്റിയിട്ട് എന്തോ വലിയ ക്രെഡിറ്റ് പോലെയൊക്കെയാണ് പറയുന്നത്. പുള്ളിയുടെ പോയിന്റ് അല്ലേ നഷ്ടപ്പെട്ടത്. അതൊക്കെ എന്തെങ്കിലും ആക്ഷൻ എടുക്കണം. അതിന്റെ മാത്രം കള്ളം പൊക്കി. എന്നിട്ട് ഈ മോഷ്ടിച്ച ഈ പാവം മൊത്തത്തിൽ അങ്ങ് മോഷ്ടിച്ചുകൊണ്ട് പോയ കാരണം പുള്ളിയുടെ കയ്യിൽ എത്ര പാവം ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ഈ 1 മണിക്കൂർ വാച്ച് ചെയ്യുന്നവരെ കണ്ടതാണ്. അത് മുഴുവനായിട്ട് ഒരാൾ വീങ്ങിക്കൊണ്ടുപോയാൽ അത് കാണിച്ചില്ല, അത് അടിച്ചുകൊണ്ട് പോയൊന്നും കാണിച്ചില്ല. നമ്മളെല്ലാം 24 മണിക്കൂറും ഈ 24 ഇത് മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നവരല്ല. നമ്മൾ ആ ഒരു മെജോറിറ്റി ആൾക്കാർ 1 മണിക്കൂർ ഇതായിരിക്കും. അതിലൊന്നും കാണിക്കാതെ ബിഗ് ബോസിന് നല്ല വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. സ്ക്രിപ്റ്റ് ഒന്നുമല്ല, അവരൊന്നും സ്ക്രിപ്റ്റ് തയ്യാറാക്കില്ല, അല്ലെങ്കിൽ ബിഗ് ബോസ് അവരുടെ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ ബിഗ് ബോസിന് ആരെ വിജയിയാക്കണം, ആരെ ഓരോ ആഴ്ചയും ഓരോ എപ്പിസോഡിലും വില്ലനാക്കണം അല്ലെങ്കിൽ വില്ലത്തിയാക്കണമെന്ന് നന്നായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ചില ദിവസങ്ങളിൽ ആലോചിക്കും, നമ്മളെയൊക്കെ തീരെ മണ്ടന്മാരാക്കുന്ന പരിപാടി അല്ലേ എന്ന്. എന്നാലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ളവന്റെ ആ വീട്ടിനകത്ത് എന്ത് അല്ലെങ്കിൽ സംഭവിക്കുന്നു എന്നുള്ള നമ്മുടെ ഒരു ഉത്കണ്ഠ കൊണ്ട് നമ്മൾ വീണ്ടും കാണാതിരിക്കുന്നു എന്നേ ഉള്ളൂ. ശരിക്കും ബിഗ് ബോസിന് നല്ല കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും സ്ക്രിപ്റ്റും ബിഗ് ബോസിനുണ്ട്. ടിക്കറ്റ് ടു ഫിനാലെ വരാൻ പോണോ, എന്താണ് എക്സ്പെക്ടേഷൻ? ടിക്കറ്റ് ടു ഫിനാലിൽ ഈ പറഞ്ഞ ഫിസിക്കലി ഈ നമ്മുടെ ഇതിലൊക്കെ ആക്റ്റീവ് ആകുന്ന കുറെ പേര് നമ്മുടെ കഴിഞ്ഞ സീസണിൽ അഭിഷേക് ഈ ടാസ്കുകളിലൊക്കെ ഭയങ്കര എക്സ്പെർട്ടായിരുന്നു. പുള്ളി അങ്ങ് കടന്നു ആ പോയിന്റിന്റെ ബലത്തിൽ. അങ്ങനെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ മിക്കവാറും സാബുമാനായിരിക്കും ആദ്യം ടിക്കറ്റ് ഫിനാലിൽ കടക്കാൻ പോകുന്നത് മിക്കവാറും. അതിലൊന്നും ഒരു കാര്യമില്ല. ഈ പറഞ്ഞ പോലെ വെറുതെ വന്ന ഒരാൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കാതെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇടാത്ത ആള്
പുള്ളി തന്നെ ചിലപ്പോൾ കപ്പടിച്ചുകൊണ്ട് പോയാലും നമുക്ക് അത്ഭുതമൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഒരാള് ഒരു മണ്ടൻ ചമഞ്ഞ് നടന്ന ആളാണ് കിരീടം കൊണ്ടുപോയത്. അപ്പൊ ബാക്കി നന്നായിട്ട് കളിച്ചവരൊക്കെ എന്തുവായി? അതേപോലെ മിക്കവാറും ഈ സീസണിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്.